നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് സഞ്ജുട്ടൻ വരുന്നതിന് മുൻപ് ഇതെല്ലാം ഇസ്തിരി ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ നേരം സഞ്ജുട്ടന് ബുദ്ധിമുട്ടാവും. ഈ സഞ്ജുട്ടൻ ഇപ്പൊ എന്താ ഇങ്ങനെ? ഒരു ശ്രദ്ധയില്ലാതായല്ലോ. കണ്ടില്ലേ, ഡ്രസ് എല്ലാം ബെഡിൽ വാരി വലിച്ചിട്ടിരിക്കുന്നെ. ഇപ്പൊ കഴുകിട്ട ഡ്രസ് തിരിച്ചെടുത്തിട്ട് വന്നതേയുള്ളൂ. സാരമില്ല, ഇതും കൂടി കഴുകിയിടാം. അല്ല, അപ്പൊ സഞ്ജുട്ടൻ പേഴ്സ് എടുക്കാതെയാണോ പോയത്? ക്യാഷും ID കാർഡും ഒക്കെ ഇതിലാ. ഇതെടുക്കാൻ മറന്നിട്ട് തന്നെ പോയതാ. ഷോ, പേഴ്സ് ഇല്ലാതെ സഞ്ജുട്ടന് ആകെ ബുദ്ധിമുട്ടുമല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ, സഞ്ജുട്ടന്റെ കൂടെ ശ്രീകുട്ടി ചേച്ചിയുണ്ട്. പേഴ്സ് ഇല്ലാതെ എങ്ങനെയാ? അത് പറ്റില്ല. എങ്ങനെയും ഈ പേഴ്സ് സഞ്ജുട്ടന്റെ കയ്യിൽ എത്തിച്ചേ പറ്റൂ. അതിനിപ്പോ എന്താ ചെയ്യാ? ഓ, അവരെ ഇനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് ശരിയല്ല. ഇതുകൊണ്ടിട്ട് അവർക്ക് കൊടുക്കാം. അതാ നല്ലത്. അതെ മുത്തശ്ശി, ഞാനിപ്പോ വരാവേ. നീ എവിടെ പോവാ? സഞ്ജുട്ടൻ ദാ ഈ പേഴ്സ് ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്. അത് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ വേഗം വരാം. സഞ്ജുവിന് നീ പേഴ്സ് കൊടുക്കാൻ പോകുന്നോ? ആ, പിന്നല്ലാതെ. ശ്രീകുട്ടി ചേച്ചി ഒപ്പുള്ളതാണേ. പേഴ്സ് ഇല്ലാതെ എങ്ങനെയാ? അവര് ഓഫീസിൽ കാണും. ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ ലച്ചു? എന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നേ? ഞാനൊരു നല്ല കാര്യല്ലേ ചെയ്യുന്നേ? നല്ല കാര്യം. ശ്രീകുട്ടി സഞ്ജു കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം, അത്രയും സമയമെങ്കിലും നിന്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ പോയതാ. അതിനു പിറകെ ഈ പേഴ്സും പൊക്കി പിടിച്ച നീയും. നന്നായിട്ടുണ്ട്. ഞാൻ സഞ്ജുട്ടിന് അത്രയ്ക്ക് ശല്യമാണോ മുത്തശ്ശി? ശല്യാണോന്നോ? നീ ഇപ്പൊ വന്ന് സഞ്ജുവിന് മാത്രമല്ല ഈ വീടിനെ തന്നെ പരമശല്യോ ലച്ചു. അവർക്ക് രണ്ടാൾക്കും കുറച്ചെങ്കിലും സമാധാനം നീ കൊടുക്ക്. പെൺകുട്ടികളായാലേ കുറച്ചെങ്കിലും നാണം വേണ്ടേ? അവരെവിടെയെങ്കിലും ഒന്ന് കൊച്ചു വർത്തമാനം പറയാൻ ഒരുങ്ങിയ അപ്പ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പിന്നാലെ ചെല്ലും ശല്യം ചെയ്യാൻ. അതെ, നിനക്ക് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പാ. അതെ മുത്തശ്ശി, സഞ്ജുട്ടൻ എന്റെ ഭർത്താവാ. ആ സ്വാതന്ത്ര്യം മാത്രം ഞാൻ എടുത്ത. ഭർത്താവ്? ആരാ നിന്റെ ഭർത്താവ്? അത് മുത്തശ്ശിക്ക് അറിയില്ലേ? എന്റെ സഞ്ജുവേട്ടൻ എന്റെ ഭർത്താവാ. സഞ്ജുവേട്ടൻ? നിന്റെ പൊയ്ക്കോ, പോ, എന്റെ മുമ്പിന്ന് പൊയ്ക്കോ. എന്റെ നാവ് വല്ലാണ്ട് ചൊറിഞ്ഞു വരികേ. എന്നെ കൊണ്ട് സത്യങ്ങളൊന്നും തുറന്ന് പറയിപ്പിക്കരുത്. സത്യങ്ങളോ? എന്ത് സത്യം? എന്ത് സത്യം മുത്തശ്ശിക്ക് എന്നിൽ നിന്ന് മറച്ചു വെക്കാനുള്ളത്? അത് ഞാൻ അല്ലെങ്കിൽ വേണ്ട, പൊയ്ക്കോ പൊയ്ക്കോ. മുത്തശ്ശി പറയേ, എന്ത് സത്യം മുത്തശ്ശിക്ക് എന്നോട് പറയാനുള്ളത്? ലച്ചു, പോ, അപ്പുറത്തെങ്ങാനും പോ. പിന്നെ ഇനി സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും പുറകെ വാലെ പിടിച്ച് നടന്ന ആ നിമിഷം എന്റെ വിധ മാറും, കേട്ടല്ലോ? അല്ല, എന്ത് രഹസ്യം മുത്തശ്ശി എന്നിൽ നിന്നും ഒളിപ്പിക്കുന്നേ? എന്താ നീ ആലോചിക്കുന്നേ? എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാനാവും എങ്കി നീ എന്റെ സ്വഭാവം അറിയും. പൊയ്ക്കോ ലച്ചു.
ആളുകൾ ശ്രദ്ധിക്കും. കാണട്ടെ, മറ്റാരും അല്ലല്ലോ, ഞാനല്ലേ. ലച്ചു, ഡോക്ടറോ? ലച്ചു എന്താ ഇവിടെ? ഞാൻ സഞ്ജുവേട്ടന് ഈ പേഴ്സ് കൊടുക്കാൻ വന്നതാ. ഇത് വീട്ടിൽ വെച്ച് മറന്നു. സഞ്ജുവേട്ടനും ശ്രീകുട്ടി ചേച്ചിയും ഇതിനകത്തുണ്ട്. ഭക്ഷണം കഴിക്കാം. ഈശ്വര, ഈ രംഗം ലച്ചു കണ്ട പ്രശ്നമാവുമല്ലോ. അല്ല, ഡോക്ടർ എന്താ ഇവിടെ? ആ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഒരു ജ്യൂസ് കഴിക്കാൻ കയറിയതാ. എന്നാ ഞാൻ ഈ പേഴ്സ് സഞ്ജുവേട്ടന് കൊടുത്തിട്ട് വരട്ടെ. ലച്ചു നിക്ക്. ആ, ഗോവിന്ദ്, ശ്ശോ, ദേ സഞ്ജുവേട്ടൻ. ഇവിടെ ഇരിക്കായിരുന്നോ? ആ അതെ, ഞാനിത് കൊടുത്തിട്ട് വരാവേ. അയ്യോ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. സോറി. അത് സാരമില്ല. ഇതിന് വന്ന നഷ്ടം ഞാൻ പേ ചെയ്തോളാം. ദാ ഇതിരിക്കട്ടെ. ഓ താങ്ക് യു ഇത് കയ്യിൽ വെച്ചോളൂ. താങ്ക് യു സോ മച്ച്. ശരി. ഓ സഞ്ജുവേട്ടൻ പേഴ്സ് മറന്നു. താങ്ക്സ് ലച്ചു. ലച്ചു ഐസ്ക്രീം കഴിക്കുന്നോ? വേണ്ട, ശ്രീകുട്ടി ചേച്ചി കഴിച്ചോ. വാ, ഇവിടെ ഇരിക്ക. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.